എല്ലാവർക്കും പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ഓപ്ഷന്റെ കാര്യം. ഓൺലൈൻ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളൂ. ഓഫ്ലൈൻ കസ്റ്റമേഴ്സിന് ഇത് ബാധകമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പം ഞാൻ ഇത് വീഡിയോയിൽ കൂടെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് ഓൺലൈൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കാരണം എന്താന്ന് വെച്ചാല് ഓൺലൈൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകളല്ല ഭൂരിഭാഗം എന്റെ കസ്റ്റമേഴ്സും. അപ്പോൾ പത്തനംതിട്ട ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും അങ്ങനെയുള്ള ലോങ് കാലിക്കറ്റ് സൈഡ് മലപ്പുറം അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരാരും എന്റെ ഷോപ്പിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് ഫാബ്രിക് കണ്ട് ക്വാളിറ്റി കണ്ട് കളർ കണ്ട് എടുക്കുന്ന ആളുകളല്ല. സോ അവർക്ക് ആ ഒരു കളർ വിചാരിച്ചതല്ല അല്ലെങ്കിൽ പാറ്റേൺ അതല്ല എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഞാൻ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ഞാൻ ബാധ്യസ്ഥയാണ്. നേരെ മറിച്ച് ഓഫ്ലൈൻ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് എടുക്കുന്നതാണ്. സോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 90-95% ഷോപ്പിലും റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല എന്നുള്ളത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും. ഈവൻ ഓൺലൈൻ ഷോപ്പിങ്ങിൽ പോലും റിട്ടേൺ ഓപ്ഷൻസ് ഇല്ല. ഇൻ കേസ് പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് ഡാമേജ് ഉള്ള ഐറ്റം അല്ലാതെ അവർ റിട്ടേൺ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്കിത് ഓൺലൈനിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഓഫ്ലൈനിൽ ഞാൻ റിട്ടേൺ ഇല്ല, പേയ്മെന്റ് ഞാൻ തിരിച്ചു തരില്ല. കാരണം ഇവിടെ വന്നിട്ട് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം. അതുപോലെ തന്നെ പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് സാധനം വേറെ തരില്ല എന്നല്ല, ഐറ്റം എക്സ്ചേഞ്ച് ചെയ്ത് തരില്ല എന്നും ഞാൻ പറയാറില്ല. ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൈസയായിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാറില്ല, ചെയ്യൂല. കാരണം അത് ലൈവായിട്ട് വന്ന് എടുത്തിട്ട് പോണ സാധനമാണ്. നമ്മളൊരാളുടെ കസ്റ്റമറിന്റെ അടുത്ത് ഇവിടെ സ്റ്റാഫ് ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങൾക്ക് ഇത് കുറെ ഭംഗിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ക്യാൻവാസിങ്ങും ഇവിടെ ഷോപ്പിൽ നമ്മൾ കൊടുക്കാറില്ല, ചെയ്യാറില്ല. അത് ഇവിടെ ലൈവായിട്ട് വന്നെടുക്കുന്നവർക്ക് അറിയാം. പിന്നെ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ ഇപ്പൊ എനിക്കൊരു സാധനം ഇടണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ്. എനിക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അതല്ലേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. സോ നമ്മളത് ഒരാളെ പറഞ്ഞടിച്ച് ഏൽപ്പിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനം ആയിരിക്കില്ല, ഫാബ്രിക് ആയിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് ഓരോരുത്തർക്കും പേഴ്സണൽ ചോയ്സസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കുന്ന ഒരു കാര്യം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഞാനും ഹാപ്പിയാണ്. കൂടുതൽ മാർജിൻ കുറെ കൂട്ടി അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതൽ പ്രൊഡക്ട്സ് ആളുകളിലേക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക വിത്ത് മിനിമൽ മാർജിൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത് ചെയ്തിട്ട് ഇത് കടയിൽ വന്നിട്ട് അവർ വീഡിയോ കണ്ടിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇതിന് മുമ്പ് കേട്ടോ കുറെ കമന്റ്സ് ഒന്നും ഇല്ല, ഒന്ന് രണ്ട് കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തൊരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്തിട്ട് അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമന്റ് ഇതായിരുന്നു, എന്റെ റേറ്റ് കൂടുതലാണ്, ഒരു ഹക്കോബയുടെ ഐറ്റം ആയിരുന്നു, എന്റെ റേറ്റ് കൂടുതലാണ്, വേറൊരു കുട്ടിക്ക് ഇത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇതിലും റേറ്റ് കുറവില്ല, അത് 1-2 രൂപയൊന്നുമല്ല കേട്ടോ, 10-200 രൂപ കുറവില് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ മീൻസ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം സാധനം എന്റെ കസിൻ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, വേറൊരു പൊട്ടിയെങ്കിലും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കൊടുക്കണേക്കാളും പ്രൈസ് കൂടുതലാണ് അവർ കൊടുക്കണത്. പേരുകളൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കി അപ്പൊ ഞാന് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോ എനിക്കും അയ്യോ എന്താ എന്റെ റേറ്റ് കൂടിപ്പോയോ, കാരണം അങ്ങനെ ആരും നമ്മളോട് എപ്പോഴും റേറ്റ് കുറവാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ, കൂടുതലാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോ ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് റെഫറൻസ് എടുത്തു. അപ്പൊ എല്ലാവരും റേറ്റ് എന്നെക്കാളും ഒരു 10-20 രൂപ 30 രൂപ കൂടുതൽ തന്നെയാണ് എപ്പോഴും. അപ്പൊ പിന്നെ ഓക്കെ. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വെണ്ടറിനെ ഞാൻ മാറ്റേണ്ടി വരും. എല്ലാ ഐറ്റംസും ഞാൻ പ്രൊഡക്ഷൻ ചെയ്യണത് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസും ഉണ്ട്. സോ ഞാൻ എന്റെ വെണ്ടറിനെ മാറ്റേണ്ടി വരും, ഞാൻ പുതിയൊരാളെ അങ്ങനെയാണെങ്കിൽ ഞാനും മാറ്റണ്ടേ. ഞാനപ്പോ എന്റെ അടുത്ത ചോയ്സ് അപ്പൊ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാനത് റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും ഐറ്റം. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് ഇന്നലെ ചെയ്ത വീഡിയോയും എന്റെ കയ്യിൽ 1-2 സാധനം കൂടി ഇരിപ്പുണ്ട്. അപ്പൊ അത് എല്ലാം കൂടിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, പെട്ടെന്നാണ് ഇത് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. സോ ഇപ്പൊ ചെയ്യണമെന്ന് മാത്രം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മുടേന്നല്ല ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി, എസ്പെഷ്യലി ഞാൻ സാരി ചെയ്തൊരു വീഡിയോയിലാ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ബനാറസി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പേരുകൾ പറയണില്ല, മേ ബി അത് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ. സോ ചില ഓൺലൈൻ സൈറ്റുകളിൽ കാഞ്ചീപുരം ബനാറസി എന്ന് പറയുന്ന കാണിക്കുന്ന സാരി ഫോട്ടോയില് ഒറിജിനൽ പ്യുവർ ബനാറസി അല്ലെങ്കിൽ കാഞ്ചീപുരം സാരി ആയിരിക്കും. അങ്ങനെ ഒറിജിനൽ ഫോട്ടോയിൽ കാണുന്ന സെയിം പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഫോട്ടോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറയില്ലേ, ഇപ്പോൾ ബ്രൈഡൽ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ 20,000 30,000 കൊടുക്കുന്ന സാധനം നിങ്ങൾക്ക് 500 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട്, ഫോട്ടോ 20,000ന്റെ കയ്യിൽ കിട്ടുന്നത് 500 രൂപയ്ക്കാന്ന് പറഞ്ഞിട്ട് മേടിക്കുമ്പോൾ സെയിം ക്വാളിറ്റി തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കോപ്പിയാണ് എല്ലാം. പ്രൊഡക്റ്റിന്റെ ഫാബ്രിക്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ടായിരിക്കും. യൂസ് ചെയ്യുന്ന ത്രെഡിലുണ്ടാവും, ഫാബ്രിക്കിലുണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് ഇങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം, അത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ ആ കുറഞ്ഞ റേറ്റിന് കിട്ടുമ്പോൾ ആ സാധനം ഫോട്ടോയിൽ കണ്ടിട്ട് നമ്മൾ ആളുകൾ ഓർഡർ ചെയ്യണത്. അത് കുറഞ്ഞ റേറ്റിന് അപ്പുറത്തുനിന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞത് എവിടെയാണ്? എല്ലാവരും പൈസ കുറവ് എല്ലാവരും നോക്കാറുണ്ട്. ആരാണെങ്കിലും നോക്കും എവിടെയാണ് 10 രൂപ കുറവ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഒരു യെല്ലോ കളർ ഹാർട്ട് ഷേപ്പിലുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചഡ് ഐറ്റം. അപ്പോൾ അതിന്റെ കോട്ടൺ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് അത്രയും നല്ല കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. കുറച്ച് ആ കോട്ടണിൽ തന്നെ പലതരം കോട്ടൺ ഉണ്ട്. ഇപ്പോൾ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്ന കോട്ടൺ ഉണ്ട്, അല്ലാണ്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ ഉണ്ട്. ചിലത് സ്റ്റിഫായിട്ട് നിൽക്കും, ചിലത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. റേറ്റ് കൂടുന്തോറും ചിലപ്പോൾ നല്ല വളരെ സ്മൂത്ത് ആയിട്ടും പഞ്ഞിക്കെട്ട് പോലെ അത്രയും നമുക്ക് വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺസ് ഉണ്ട്. പക്ഷെ അതിന് റേറ്റ് കൂടും. പക്ഷെ അതെല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ കോട്ടണിൽ അതേ ഒരു പ്രിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ 500 രൂപയുടെ കോട്ടണിൽ പ്രിന്റ് വന്ന സാധനം, തുണി നല്ല സോഫ്റ്റ്, ഇതേ സാധനം നിങ്ങൾക്ക് 50 രൂപയ്ക്ക് കിട്ടാനുണ്ട്. പ്രിന്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ ക്ലോത്ത് വ്യത്യാസമുണ്ട്, പക്ഷെ കാണാൻ ഒരുപോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ മേടിക്കുന്നവരായിരിക്കില്ലേ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഐറ്റം ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഡിസ്പാച്ച് ചെയ്ത ഐറ്റത്തിന്റെ ഫാബ്രിക് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അതിൽ ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് അതിൽ കണ്ട ക്ലോസ് റിവ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പതിഞ്ഞിട്ടാണ് ഇരിക്കണേന്നുള്ളത്. അത് കോട്ടൺ ആണ്, പക്ഷെ അത് പിടിക്കുമ്പോൾ ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട്. വർക്ക് എംബ്രോയിഡറിയുടെ ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു പാറ്റേണും വ്യത്യാസമുള്ളതാണ്. ഇത് പ്രിന്റ് ആണ് വരുന്നത്. ഈ ഒരു ഫാബ്രിക്കും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ വെൻറ്റേഴ്സിൻ്റെ മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് 599 ആണ് ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നമുക്ക് വീഡിയോയിൽ എന്തോരം മനസ്സിലാവുന്ന അറിയില്ല. ഈ ഒരു പ്രിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. മറ്റേതിന്റെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മേ ബി വീഡിയോയിൽ ക്ലിയർ ആവുമായിരിക്കും. ഇനി ഇതിന്റെ തന്നെ ഈ ഒരു ഐറ്റം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൾക്കായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ റീറ്റെയിലിന് ഞാൻ മേടിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും അതിൽ പ്രൈസിൽ വേരിയേഷൻ വരും. കാരണം ഈ ഒരു ക്ലോത്തിന്റെ പ്രൈസ് ആയിരിക്കില്ല ആ ഒരു ക്ലോത്തിന് വരിക. അപ്പോൾ അടുത്തത് ഇനി വേറെ കോട്ടൺ. ഇതും ഞാൻ നേരത്തെ കാണിച്ച ക്ലോത്തോ ഇന്നലെ കാണിച്ച ക്ലോത്തോ ഈ ക്ലോത്തോ, അതായത് 3 എണ്ണപ്പം കാണിച്ചു, ഒരേ കാണാൻ ഒരുപോലെ ഇരിക്കുന്നത്. മൂന്നും 3 ടൈപ്പിലാണെന്ന് മാത്രം, പക്ഷെ കാണാൻ ഒരുപോലെ ഇരിക്കും. പക്ഷെ മൂന്നിന്റെയും ക്ലോത്ത് വ്യത്യാസമുണ്ട്, വർക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ഒരു ഐറ്റത്തിന് ഞാൻ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എംബ്രോയിഡറിയുടെ ഫിനിഷിങ് കണ്ടോ? ഇതും ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എംബ്രോയിഡറി യെല്ലോ കളർ, രണ്ടും 2 ടൈപ്പിൽ ഈ ഒരു എംബ്രോയിഡറി കണ്ടോ? ഈ ഒരു വർക്കും ഇന്നലെ ഞാൻ കാണിച്ചതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേപോലെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നു, പക്ഷെ ക്ലോത്തും വർക്കും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് മീൻസ് കാണിച്ചു തരാനായിട്ട്, നിങ്ങളതിനെ കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യം. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ മോശക്കാരാക്കുക അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ജസ്റ്റ് ഒരു അവയർനെസ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതേ സെൻസിൽ തന്നെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പം അത് കറക്റ്റായിട്ട് എനിക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മെറ്റീരിയൽ വന്നപ്പോൾ യാദൃശികമായിട്ട് വന്ന് പെട്ടതാണ്. അങ്ങനെ മീൻസ് ഇന്നലത്തെ ആ ഒരു വർക്കിന്റെ കേസും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ വന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്ന് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ആ മെറ്റീരിയൽസ് 3 ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മീൻസ് അറിയാത്തവർക്ക് അതൊരു അവയർനെസ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പൊ ഇനി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലതിലും ലൈറ്റിങ് കുറച്ച് ഡിമ്മായി വരുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്, ഇപ്പൊ വൈകുന്നേരമായി. ഇടയിൽ ഓരോ പണികൾ വരുമ്പോൾ ഞാനിങ്ങനെ ക്വിറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ കട്ട് ചെയ്തിട്ടാണ് ഈ സാധനം കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ. അപ്പൊ പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് കാണാം.